നാളെ എന്തെന്ന് അറിയാതിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളോടൊപ്പം ജീവിതത്തിലുടനീളം പിന്തുണച്ച സഹധർമ്മിണിയോട് പിണങ്ങണത്, വഴക്കടിക്കണത്, കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ശകാരിച്ച് മാനം കെടുത്തുന്നത്? നമുക്ക് നല്ല ബോധം വേണം, പക്വത വേണം. അഹ്മദ് നബിൽ തങ്ങളുടെ ഭാര്യ മരിച്ചു. മഹാനുഭാവൻ റഹമില്ലാഹു ഉമ്മ അബ്ദില്ല ഈ ദുആയുമായി അങ്ങനെ ഇരുന്നു. കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാത്ത വിധം വല്ലാത്ത സ്വാധീനിച്ചു മൂപ്പരെ. ഭയങ്കര ദുഃഖിതനായി. റഹമില്ലാഹു ഉമ്മ അബ്ദില്ല. അബ്ദുള്ളയുടെ ഉമ്മയ്ക്ക് അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മൂത്തപുത്രന്റെ പേരാണ് അബ്ദുള്ള. അറബികൾക്കിടയിൽ മകനിലേക്ക് ചേർത്തി ഉമ്മു അബ്ദില്ല, അബു അബ്ദില്ല, അബു ഖാസിം എന്നൊക്കെ ഓമന പേരിടുന്നൊരു ശൈലിയുണ്ട്. സ്നേഹത്തോടെ അവരതാ വിളിക്കും. തൻ്റെ പ്രമുഖരായ കുറേ ശിഷ്യന്മാരും കുറേ സുഹൃത്തുക്കളൊക്കെ പോയിട്ട് ചോദിച്ചു, എന്താ ഇത്? മരണം സ്വാഭാവികമല്ലേ? അവരതൊക്കെ പറഞ്ഞിരിക്കണം. മരണം സ്വാഭാവികമല്ലേ? എല്ലാവരും മരിക്കൂലേ? ഭാര്യ മരിച്ചു നിർത്തിയിട്ട് അങ്ങനെ മൊത്തം അതും പറഞ്ഞ് അങ്ങനെ ഇരുന്നാൽ പറ്റുമെന്ന് അഹ്മദ് നബി തങ്ങൾ വിശദീകരിച്ചു. ഞാനും അവരും 30 കൊല്ലമായി ഒന്നിച്ച് ജീവിക്കുന്നു. ഒരു റിവായത്ത് പ്രകാരം 20 വർഷത്തിലേറെ. അവളുടെ ഒരു വാക്ക് പോലും ഞാൻ തിരുത്തിയിട്ടില്ല. എൻ്റെ ഏതെങ്കിലും ഒരു വാക്കിന് അവർ എതിര് നിന്നിട്ടുമില്ല. റഹമില്ലാഹു അബ്ദില്ല. അബ്ദുള്ളയുടെ ഉമ്മക്ക് അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ.